അപ്പൊ എന്തായാലും ചക്രക്കുട്ടികളെല്ലാം പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ പുതിയ എന്തൊക്കെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, വെക്കേഷൻ പ്ലാൻസ്, ഗെയിംസ് എല്ലാത്തിനെ കുറിച്ചിട്ടും പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഷോസ് ആണ് ഇഷ്ടം, എന്താണ് പഠിക്കാൻ താല്പര്യം ഒക്കെ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ നിങ്ങളുടെ കാത്തിവിടെ ഞാൻ ഗീതുണ്ട്. അപ്പൊ എന്റെ അടുത്ത കോൾ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ 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 ഗുഡ് ഈവനിങ്. ആരാ? ആദിത്യൻ. ആദിത്യൻ എവിടുന്നാ വിളിക്കുന്നേ? അക്ഷരയുടെ അടുത്തുന്നോ? ഓക്കെ. ഏത് ക്ലാസ്സിലാ ആദിത്യൻ? LKG. ഇപ്പൊ LKG ഇനി UKGയിലാണോ? ആണോ? ആണ്. അമ്മമ്മയാണോ അടുത്തെന്ന് പറഞ്ഞു തരുന്നേ? അമ്മമ്മ പറയാതെ ചക്രക്കുട്ടി പറഞ്ഞോ, സംസാരിച്ചോ, തന്നെ അങ്ങ് പറഞ്ഞോ കേട്ടോ. ഏത് ക്ലാസ്സിലാന്ന് അറിയില്ലേ? നമ്മുടെ ഇതിന് മുന്നേ മോൻ വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമില്? വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ മിടുക്കലല്ലേ, നമ്മള് സംസാരിച്ചിട്ടൊക്കെ ഉള്ളല്ലേ. മഴവില്ലിന് വിളിച്ചിട്ടായിരുന്നോ? പാട്ട് പാടണോ? പാടിക്കോ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞി ചീറ്റ് കൊടുക്കാനാൻ കുഞ്ഞി കടന്നു കയറിയിടും. അയ്യോ കാക്കെ പറ്റിച്ചേ നേരപ്പം. ഹലോ കൊള്ളാട്ടോ. ഇത് അമ്മമ്മയുടെ ചക്രക്കുട്ടിയാണോ ഈ ആദിത്യൻ? അമ്മമ്മയുടെ പെറ്റാന്ന് തോന്നല്ലോ. അത് മനസ്സിലായി കേട്ടോ. ഈ ആദിത്യൻ മിണ്ടുന്നില്ല. അപ്പൊ ചക്കരക്കുട്ടി ഇനി വിളിക്കുമ്പോ നല്ല മിടുക്കനായിട്ട് സംസാരിക്കണം. അപ്പൊ ഹാപ്പി വിഷു. ഓക്കേടാ. അപ്പൊ നമ്മുടെ അടുത്തൊരു ചക്കരക്കുട്ടി വന്നിട്ടുണ്ട്. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ആരാണിത്? വിഷ്ണുനാഥ്. ഓക്കെ സോറി കേട്ടോ. വിഷ്ണുനാഥ് ഏത് ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിൽ. ഇനി 5ലാണോ? ഇനി അടുത്ത വർഷം 6ലാ. ഇനി 6ലായി. എന്നിട്ട് ഒരു ക്ലാസ് കുറച്ചാ പെട്ടെന്ന് പറഞ്ഞു പോയോ? കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പേ വിഷ്ണുനാഥിന് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ഇഷ്ടം? ക്രിക്കറ്റ് ആണോ ഇഷ്ടം? അപ്പൊ ഈ ഫ്രണ്ട്സുമായിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ടോ? ആരെയാ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റില്? വിരാട് കോഹ്ലി. കൊള്ളാലോ. അപ്പൊ ഫുട്ബോൾ കാണില്ല? ഫുട്ബോൾ കാണില്ല, ഒട്ടും ഇഷ്ടമല്ല? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റാ. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു ഇപ്പൊ പഠിക്കുന്നതില്? മലയാളത്തിൽ എത്ര മാർക്കുണ്ട്? 152. ഓക്കെ. അപ്പൊ വിഷ്ണു എന്താ നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യുന്നേ? പാട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞോ. എന്താ ചെയ്യുന്നേ? പാട്ട് പാടണോ, കഥ പറയണോ, കവിത ചൊല്ലണോ, എന്താ ഇഷ്ടം? ഡൗട്ടാണോ എന്ത് വേണം? എല്ലാം അറിയാല്ലേ? അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് കൺഫ്യൂഷനാ? അങ്ങനെ കൺഫ്യൂഷൻ ആവട്ടെ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് പറഞ്ഞോ. കുറച്ചേ അറിയുള്ളോ? കുഴപ്പമില്ല, കുറച്ച് പറഞ്ഞോ. എനിക്ക് അതിന് 2 വരി മാത്രമേ അറിയത്തുള്ളൂ. അത് കുഴപ്പമില്ല. പാടിക്കോ. ഹലോ ഹലോ പാടിക്കോ.
എന്ത് വേണം മോളെ 5 ഉണ്ണിയപ്പം. എന്ത് വേണം മോളെ ഉണ്ണിയപ്പം വേണം. എത്ര എണ്ണം വേണം? 5 ഉണ്ണിയപ്പം. അത്രേ അറിയുള്ളൂ? ആ ആ, അത് കുഴപ്പമില്ല. ഇനി വിളിക്കുമ്പോ ഒരു പാട്ട് ഫുൾ പഠിച്ചിട്ട് വന്നാൽ മതി. ഫുൾ പഠിക്കണമെന്നില്ല കേട്ടോ. അപ്പൊ കുറച്ച് പഠിച്ചിട്ട് വന്നാ മതി. ഓക്കെ ആ ഓക്കെ ഓക്കെ. അപ്പൊ ടാറ്റ ബൈ. അപ്പോൾ വിഷ്ണുനാഥിന് ആകെ കൺഫ്യൂഷൻ ആണ് എന്ത് ചെയ്യണമെന്നല്ലേ. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. അപ്പൊ തന്നെ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? എന്റെ പേര് കാർത്തിക്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആണോ? 4ാം ക്ലാസ്. ഇനി 5ലോ? ഏ ഇനി 5ലാണോ? ആ ആ, ഇനി 5ലല്ലേ? ഹലോ ഹലോ. ആ, ഇനി 5ലോട്ടാണോ എന്നാ ചോദിച്ചേ. ആ ഇനി 5ലോട്ടാവും. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? കുഴപ്പമൊന്നുമില്ല. ആ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നതിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ. ചെറിയൊരു കുഴപ്പം മാത്സില്. ആണോ? അച്ചോടാ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ അടുത്ത വർഷം അതെല്ലാം അങ്ങ് സൂപ്പർ ആയിട്ട് അങ്ങ് പഠിച്ചു പോകൂല്ലേ. മാത്സ് അത് പാടാണ്. കഴിഞ്ഞ് ആ, നാളെ LSSന്റെ ഒരു മോഡൽ എക്സാം ഉണ്ട്. ഓ ശരി ശരി. അത് ചെയ്യുന്നുണ്ട്, അത് എഴുതുന്നുണ്ടല്ലേ. ആ അപ്പൊ അതിനെല്ലാം പ്രിപ്പയർ ആയോ? പ്രിപ്പയർ ആയി. അപ്പൊ ഈ മാത്സ് പൊതുവെ പാടാണോ ആൾക്ക്? ആ അത് പാടാ. മുമ്പേ എളുപ്പമായിരുന്നു. ആ, പിന്നെ ഇപ്പൊ ഇത്തിരി പാടായോ? വലിയ വലിയ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത്തിരി പാടായി വരുന്നോ? അപ്പൊ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മീൻസ് അത് മോന് ഇത്തിരി ടഫ് ആണെങ്കിൽ ക്ലാസ് മിസ്സിനോടൊക്കെ അതിന്റെ ഡൗട്ടൊക്കെ ചോദിച്ച് പഠിച്ചു വന്നാൽ മതി കേട്ടോ. ആ അങ്ങനെ മിടുക്കനായിട്ട് വേണം. അപ്പൊ ഇനി വിളിക്കുമ്പോഴത്തേക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പറയണം മാത്സ് ആണ് ഭയങ്കര ഈസി. എല്ലാം ഈസിയാണല്ലേ അപ്പൊ? ആ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇംഗ്ലീഷാ. ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോ ഇന്ന് എന്താ ചെയ്യുന്നേ? ഇന്ന് LSSനെ കുറിച്ച് പഠിക്കുന്നു. അത് ശരി. നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് എന്താ ചെയ്യുന്നേ? പ്രോഗ്രാം പാട്ട് പാടുവാണോ? അവിടെ ആരെ വിളിച്ച് പറഞ്ഞ് പാട്ട് പാടുവാന്ന് കുഞ്ഞ്? ശരിക്ക് അച്ചാച്ചൻ. അച്ചാച്ചൻ. ഓക്കെ. അപ്പൊ ഇനി എന്താ പാട്ട് പാടുവല്ലേ അപ്പോ? പക്ഷേ പാട്ടെനിക്ക് അറിഞ്ഞൂടാ. പാട്ട് അറിയാതെ എന്തായാലും അച്ഛൻ പറയത്തില്ല പാട്ട് പാടുമെന്ന്. വിഷ്ണു സോറി കാർത്തിക് അല്ലേ? അപ്പൊ കാർത്തികിന് പാട്ടൊക്കെ അറിയാം. അപ്പൊ പാടാനൊരു കുഞ്ഞു മടിയുണ്ട് അതല്ലേ? അല്ല എനിക്ക് അറിഞ്ഞൂടാ. ആണോ? അപ്പൊ കഥ അറിയോ? അറിഞ്ഞൂടാ. ആ, അപ്പൊ കവിത അറിയോ? അയ്യോ അങ്ങനൊന്നും ഇല്ലേ. കമ്മോന് എന്ത് ഇഷ്ടമുണ്ട് അത് ചെയ്താ അത് പറഞ്ഞാ മതി കേട്ടോ. പാടുകയോ കഥ പറയുകയോ കവിത ചൊല്ലുകയോ. പ്രിപ്പയർഡ് ആയില്ലായിരുന്നോ കുഞ്ഞ്? എനിക്ക് അത് ആ ശങ്കര മഹാദേവ ചന്ദ്രചൂടകലാധര ശങ്കര മഹാദേവ ചന്ദ്രചൂടകലാധര ശ്രീനീലകണ്ഠ പാർവതീശ ചന്ദ്രചൂടകലാധര ശ്രീനീലകണ്ഠ പാർവതീശ ചന്ദ്രചൂടകലാധര ശങ്കര മഹാദേവ ചന്ദ്രചൂടകലാധര ശങ്കര മഹാദേവ ചന്ദ്രചൂടകലാധര. ഇത്ര സൂപ്പറായിട്ട് പാടുന്ന ആളാണോ ഒന്ന് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞത്? അത് മുമ്പേ പാടിയിട്ടിപ്പോ ഓർമ്മയില്ലായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയപ്പോ കിട്ടി. എനിക്ക് വയ്യ. നോക്കി അതല്ലേ അച്ഛൻ പറഞ്ഞത് എന്തായാലും പാടുംന്ന്. പാട്ട് പാടി പ്രൈസ് ഒക്കെ മേടിച്ചിട്ടാണ്. ഓ അതാണ്. അപ്പൊ എന്നെ ഇനി അങ്ങനെ പാടാതൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഓരോ പുതിയ പാട്ടൊക്കെ പഠിക്കണേ കേട്ടോ കാർത്തികേ. ഗുഡ് ബോയ് അല്ലേ? ആ. അപ്പൊ ഓക്കെ ടാറ്റാ ബൈ.
അപ്പൊ നമ്മുടെ ചക്കരക്കുട്ടികളുടെ കോൾസ് വരുന്നില്ല. എല്ലാവരും എവിടെ പോയി? പെട്ടെന്ന് വിളിച്ചോളൂ. വിളിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ എന്താ കഥ പറയും പാട്ടുപാടും ഒക്കെ ചെയ്തോളൂ.